കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്ന അവകാശവാദവുമായി ഇന്ത്യ സഖ്യവും ബി.ജെ.പി. വിരുദ്ധ സർക്കാർ രൂപീകരിക്കുമെന്ന് തേജസ്വി യാദവ് വ്യക്തമാക്കി. സമയമാകുമ്പോൾ എല്ലാം വ്യക്തമാകുമെന്നും തേജസ്വി പറയുകയാണ്. आज का दर्जा मिले और जो आरक्षण की सीमाएं जब महागठबंधन सरकार थी बिहार में जो 75% बढ़ाया उसको शेड्यूल लाइन में डाला जाएगा। और हम लोग जो देश ने मेरा देश महान है और देश की जनता ने मोदी जी को हराया है, तो हम उनको देशवासियों को धन्यवाद देते हैं। और तानाशाही के खिलाफ वोट किया गया है, संविधान लोकतंत्र को बचाने के लिए वोट किया गया है। तो हमको लगता है कि अभी जनता जो है मालिक है और हम लोगों को अब जो बैठक है शाम में उसके बाद देखते हैं क्या निर्णय होता है। आज का दर्जा मिले और जो आरक्षण की सीमाएं നാഷണൽ ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ ചേരുകയാണ്. ദിലീപ്, ഇവിടെ TDP JDU ഒക്കെ ആവശ്യപ്പെടുന്നത് സ്പീക്കർ പദവിയുടെ വടംവലിക്ക് അപ്പുറം കൂടുതൽ മന്ത്രിമാർക്കൊക്കെ അപ്പുറം ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി എന്നൊക്കെയുള്ള അവകാശവാദമാണ്. അവർക്ക് പ്രത്യേക പദവിയെങ്കിൽ ബീഹാറിനും വേണം പ്രത്യേക പദവി. അത് കൂടുതൽ സംസ്ഥാനങ്ങളുടെ പക്ഷേ ഉന്നയിച്ചേക്കും. എളുപ്പമല്ല ഈ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുക എളുപ്പമല്ല. തേജസ്വി പറയുന്നതിൽ ഇപ്പോഴും ഒരു വാതിൽ തുറന്നു കിടപ്പുണ്ട് എന്ന അർത്ഥമുണ്ടോ ദിലീപ്? ഹാഷ്മി, BJPയെ സംബന്ധിച്ച് ഇത്തരമൊരു സർക്കാർ രൂപീകരണം എന്നത് അവർ പ്രതീക്ഷിച്ചിരുന്നതല്ല. വളരെ സുരക്ഷിതമായ ഭൂരിപക്ഷം NDAക്ക് 400-ലധികം സീറ്റുകൾ എന്നതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് BJP ഉയർത്തിയിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടി എല്ലാം മാറിമറിഞ്ഞിരിക്കുകയാണ്. NDA എന്നത് കഴിഞ്ഞ 10 വർഷക്കാലം 2014 മുതൽ ഇതുവരെ NDA എന്ന നിലയിൽ ഒരു മുന്നണി എന്ന നിലയിലുണ്ടെങ്കിലും അതൊരു സംവിധാനം എന്ന നിലയിലോ അല്ലെങ്കിൽ നയരൂപീകരണ കാര്യങ്ങളിലോ ഒന്നും NDA എന്ന തരത്തിലുള്ള ചർച്ചയോ മറ്റ് നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം BJP തീരുമാനിക്കും, BJP നടപ്പാക്കുമെന്നതായിരുന്നു. ഇതിനിടയിൽ തന്നെ പല സഖ്യകക്ഷികളും NDAയുടെ തുടക്കകാലം മുതൽ സഖ്യകക്ഷികളായിരുന്ന ശിരോമണി അകാലിദൾ, ശിവസേന തുടങ്ങിയ പാർട്ടികളൊക്കെ ഈ മുന്നണിയിൽ നിന്ന് വിട്ടുപോയി. ഏറ്റവും ഒടുവിലായി AIADMKയും ഈ NDAയിൽ നിന്ന് വിട്ടുപോയി. പകരം പക്ഷേ ചില പുതിയ പങ്കാളികൾ, തെലുഗുദേശം വന്നു, തിപ്രമോദ വന്നു, ഇങ്ങനെ ചില പുതിയ പാർട്ടികൾ NDAയിലേക്ക് രംഗപ്രവേശം ചെയ്തെങ്കിലും NDA എന്ന നിലയിൽ ഇപ്പോഴാണ് BJP കേന്ദ്ര നേതൃത്വം അതിനെ ഒന്ന് സജീവമാക്കി നിർത്തുന്നതിനും NDAയുടെ അതിനൊരു കൺവീനർ വേണം, അതിൻ്റെ ഒരു ഘടനകൾ മാറണം, അതിനൊരു കൂട്ടായ സംവിധാനം വേണം എന്ന നിലയിലേക്കൊക്കെ ഇപ്പോഴാണ് BJP കേന്ദ്ര നേതൃത്വം മാറുന്നത്. പക്ഷേ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. ഡൽഹിയിലെത്തിയ നിതീഷ് കുമാർ ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. BJP കേന്ദ്ര നേതൃത്വത്തെ ഈ നിതീഷ് കുമാറിൻ്റെ നിലപാട് തെല്ലൊന്ന് ആശങ്കപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഡൽഹിയിൽ എത്തിയിരിക്കുന്നത് വൈകിട്ടുള്ള NDA യോഗത്തിന്, വൈകിട്ട് 4 മണിക്കാണ് NDA യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് നിതീഷ് കുമാർ എത്തിയതെങ്കിലും അദ്ദേഹം ഇതുവരെ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഇന്നലെ ബീഹാർ ഉപമുഖ്യമന്ത്രി സമ്രാട് ചൗധരി അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയെങ്കിലും ഈ സമ്രാട് ചൗധരിയെ കാണാൻ നിതീഷ് കുമാർ കൂട്ടാക്കിയിരുന്നില്ല. അല്പം മുമ്പ് തേജസ്വി യാദവ് RJD നേതാവ് അദ്ദേഹവും നിതീഷ് കുമാറും ഒരേ വിമാനത്തിലാണ് പട്നയിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തിയത്. അദ്ദേഹം പറഞ്ഞത്, തേജസ്വി യാദവ് പറഞ്ഞത്, ഇന്ത്യ സഖ്യം കേന്ദ്രത്തിൽ സർക്കാർ ഉണ്ടാക്കും എന്നാണ്. അത് എങ്ങനെയായിരിക്കും എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അക്കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. കരുനീക്കങ്ങൾ നടക്കുമ്പോൾ ദിലീപ് കുമാർ നോക്കൂ, അവിടെ വാരണാസിയിൽ സാക്ഷാൽ പ്രധാനമന്ത്രി അജയ് റായിയോട് 3 മണിക്കൂർ പിന്നിൽ നിൽക്കുന്നു. അതിനുശേഷം 5 ലക്ഷം എന്ന ഭൂരിപക്ഷം 1.5 ലക്ഷത്തിലേക്ക് കുത്തനെ ഇടിയുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അതേസമയം രാഹുൽ ഗാന്ധി റായ്ബറയിലാവട്ടെ വയനാട്ടിലാവട്ടെ കുത്തനെ ഭൂരിപക്ഷം ഉയർത്തുന്ന കാഴ്ച കാണുന്നു. അമേഠിയിൽ സ്മൃതി ഇറാനി പരാജയപ്പെടുന്ന കാഴ്ച കാണുന്നു. അവിടെ ഫൈസാബാദിൽ പ്രാണപ്രതിഷ്ഠയുടെ രാഷ്ട്രീയം ചർച്ചയായ ഫൈസാബാദിൽ തോൽക്കുന്ന കാഴ്ച കാണുന്നു. അങ്ങനെ ഒരുപാട് ചന്ദ്രശേഖർ ആസാദ്, മഹുവ മൊയ്ത്ര ഒക്കെ ജയിച്ച് പാർലമെന്റിലേക്ക് എത്തുന്ന കാഴ്ച കാണുന്നു. അങ്ങനെ ഒരുപാട് സൂചനകൾ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് BJPയുടെ RSSന്റെ ഒക്കെ അകത്തെ ചർച്ചകൾ എന്താണെന്ന് അറിയാൻ കഴിയുന്നുണ്ടോ ദിലീപ്? ഹാഷ്മി, BJPക്കകത്ത് ഇപ്പോൾ തന്നെ വലിയ തോതിലുള്ള ആഭ്യന്തര ചർച്ചകൾ, വിമർശനങ്ങൾ ഒക്കെ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നേതൃത്വത്തിലായിരുന്നു ഈ പ്രചരണങ്ങൾ. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം സംസ്ഥാന ഘടകങ്ങളുടെയും മുഖ്യമന്ത്രിമാരുടെയും ഒന്നും അഭിപ്രായം കേൾക്കാൻ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദയോ തയ്യാറായിരുന്നില്ല. പകരം എല്ലാം ഈ 3 പേരിലേക്ക് കേന്ദ്രീകരിക്കുകയും സംസ്ഥാന ഘടകങ്ങളുടെയും പ്രാദേശിക നേതാക്കളുടെയും ഒക്കെ അഭിപ്രായം അവഗണിച്ചുകൊണ്ട് മറ്റു പാർട്ടികളിൽ നിന്നെത്തിയ നേതാക്കൾക്കടക്കം അവരെ സ്ഥാനാർത്ഥികളാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. മോദി മാജിക്കിൽ, ഒരു മോദി തരംഗത്തിൽ
സുഖമായി ഇവർ ജയിച്ചു പോകും എന്ന നിലപാടാണ് BJP കേന്ദ്ര നേതൃത്വം അവർ സ്വീകരിച്ചിരുന്നത്. പക്ഷേ അതിനൊരു വലിയ തിരിച്ചടിയായി. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലടക്കം, പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലടക്കം നേരത്തെ RSS വോളണ്ടിയർമാർ വളരെ സജീവമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ. ഇപ്പോൾ അവരുടേത് ഒരു തണുത്ത സമീപനമായിരുന്നു. മാത്രമല്ല, മുതിർന്ന നേതാക്കളായ രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി തുടങ്ങിയവരുടെയൊക്കെ അവരുടെ കൂടി അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന നിലയിലുള്ള ചർച്ചകളും BJPക്കകത്തും RSSനകത്തുമൊക്കെ ഉയർന്നിരിക്കുകയാണ്. നേരത്തെ ഹഷ്മി ചൂണ്ടിക്കാട്ടിയതുപോലെ അയോധ്യ ക്ഷേത്രം നിലനിൽക്കുന്ന ഫൈസാബാദിലെ തോൽവി BJP കേന്ദ്ര നേതൃത്വത്തെ വലിയ തോതിൽ തന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. അവിടെ സിറ്റിംഗ് MP ആയിരുന്ന ലല്ലു സിംഗ് ആണ് സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയോട് തോറ്റത്. അവിടെ അങ്ങനെ തോൽക്കാൻ കാരണമായി ഇപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ, ഇതിനകം തന്നെ ചില മാധ്യമങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം എടുക്കുമ്പോൾ അവർ പറയുന്നത് ഇവിടെ ഈ രാമക്ഷേത്രമൊക്കെ നിർമ്മിച്ചത് പുറത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്, ഈ മണ്ഡലത്തിലകത്തുള്ളവർക്ക് വേണ്ടിയല്ല, അവർക്ക് വേണ്ടി ഇവിടെ BJP ഒന്നും ചെയ്തില്ല എന്ന അഭിപ്രായമാണ് ആ മണ്ഡലത്തിലെ ജനങ്ങൾ, ഫൈസാബാദിലെ ജനങ്ങൾ പറയുന്നത്. അങ്ങനെ BJP കേന്ദ്ര നേതൃത്വത്തെ ഞെട്ടിക്കുന്ന തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അദ്ദേഹം സുരക്ഷിത മണ്ഡലമെന്ന് കരുതിയ വാരണാസിയിൽ വിയർത്ത് കയറുന്ന ഒരു കാഴ്ചയിലേക്കാണ് ഇന്നലെ ഈ വോട്ടെണ്ണൽ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ BJP കേന്ദ്ര നേതൃത്വം ഇനി ഇക്കാര്യത്തിൽ, അതോടൊപ്പം തന്നെ RSSും ഇനി ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു പുനർചിന്തനം നടത്തിയേക്കും. മാത്രമല്ല, BJP മുന്നോട്ട് വെച്ചിട്ടുള്ള പല നയങ്ങളും ഇനിയിപ്പോൾ BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ അവർ പ്രകടന പത്രികയിൽ അടക്കം പറഞ്ഞിരുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ, അതോടൊപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കൽ, ഇതൊക്കെ ഇനി ഏതായാലും അത്ര എളുപ്പം നടക്കുമെന്ന് കരുതുന്നില്ല. കാരണം പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ തെലുഗുദേശവും ജനതാദൾ യുണൈറ്റഡും ഒക്കെ ഇതിനെ എതിർക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ BJPയുടെ നയങ്ങൾ നേരത്തെയുള്ള കഴിഞ്ഞ 10 വർഷക്കാലത്തേതുപോലെ അത്ര വേഗത്തിൽ നടത്തുക എന്നത് വളരെ പ്രയാസമായിരിക്കും മോദിയുടെ മൂന്നാം ഊഴത്തിൽ. ഹാഷ്മി. ഓക്കെ, ദിലീപ് കുമാറാണ് ന്യൂസ് ഡെസ്കിൽ, നാഷണൽ ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ അയോധ്യയിലെ രാമക്ഷേത്രമൊക്കെ നല്ലതാണ്, പക്ഷേ അയോധ്യയിലെ ജനങ്ങൾക്ക് വേണ്ടത് രാമക്ഷേത്രം മാത്രമല്ല, കയറിക്കിടക്കാൻ വീടാണ്, കഴിക്കാൻ റൊട്ടിയാണ് എന്നൊക്കെ പറയുന്ന ജീവൽ പ്രശ്നങ്ങളുടെ ഒരു വോട്ട് കൂടിയാണെന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കിയാൽ നന്ദി.